ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അന്ന് പൊട്ടിച്ച ചക്കത നന്നായി പഴുത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മുറിച്ചാലോ? അപ്പോൾ അതാ ചക്ക തിന്നാൻ റെഡി ആയിട്ട് ഇവിടെ ചുറ്റുഭാഗത്തും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അത് രസമാണല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും, മുറിക്കും, കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവണത് ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കാത്തിരുന്നതാണ്. അപ്പോൾ അത് ഞാൻ മുറിക്കുകയാണ്. എനിക്ക് കോടാലുണ്ടൊന്നും മുറിക്കാൻ അറിയില്ല കേട്ടോ. ഒന്നുകിൽ മടാൾ അല്ലെങ്കിൽ കത്തി. ഇത് പിന്നെ വലിയ ചക്കായതുകൊണ്ട് എൻ്റെ കത്തി മുറിയും. അതുകൊണ്ട് ഞാൻ മടാളായിട്ട് തന്നെ വെട്ടി. മടാൾ മീൻസ് വെട്ടുകത്തി. അപ്പോൾ അതാ ഒരുമിച്ച് മുറിച്ച് ചോള പറിച്ച് കഴിക്കാനൊന്നും ആർക്കും ക്ഷമയില്ല. ഇതാണ്ട ചാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. അവൾ നമ്മളെക്കാളും സ്പീഡിൽ ചക്ക കഴിച്ച് തീർക്കും. അപ്പോൾ ഇതാ ഒരു കഷ്ണം ചിന്നൂന് കൊടുത്ത് ആദ്യത്തെ ഓരോ ചോളം എല്ലാവർക്കും ഞാൻ സാമ്പിൾ നോക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സൂപ്പർ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര സൂപ്പറായിട്ട് തോന്നിയില്ല. എന്താ വെച്ചാൽ ഈ ചക്ക ഭയങ്കര മധുരം എന്ന് പറഞ്ഞ ചക്കയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് മഴ പെയ്ത് വെള്ളം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫസ്റ്റത്തെ 1-2 മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചക്ക പൊട്ടിച്ചത്. മഴ പെയ്താൽ ചക്കയുടെ ടേസ്റ്റ് മാറി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ചക്കക്ക് കുറച്ച് മധുരം കുറവായിരുന്നു. പക്ഷെ മധുരം ഉണ്ട്. സാധാരണയായിട്ട് തേന്മധുരമുള്ള ഈ ചക്ക അത്ര മധുരം തോന്നിയില്ല എന്ന് മാത്രം. അങ്ങനെ ഞാൻ പീസാക്കണം കേട്ടോ. അപ്പോൾ അത് നല്ല വൃത്തിയില്ല 1-2 പീസുകളാക്കണം. എന്ന് വെച്ചാൽ 2-3 ആൾക്ക് ഷെയർ ചെയ്യാറുണ്ട്. നമ്മൾ അടുത്ത വീട്ടിൽ 2-3 ആൾക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യത്തെ ചക്ക പൊട്ടിച്ചിട്ട് 2-3 ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കിട്ടാത്ത 2-3 ആൾക്കാർക്ക് പ്രാവശ്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പീസുകളാക്കി എൻ്റെ കൂണൊക്കെ മുറിച്ച് അതാ ചോള പറിച്ചിടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ പാത്രത്തിലിടാണ്. കുറച്ചുകൂടി ഒന്നുകൂടി പഴുക്കണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് കൈയിട്ട് വാരി കഴിക്കട്ടാ. ഇനി ഇതിൻ്റെ കുരു ഉണ്ടല്ലോ, കുരു പലതും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഞങ്ങൾ ചക്കയുടെ കുരു ഫ്രൈ ചെയ്യാറാണ് പതിവ്. മസാലയൊക്കെ തേച്ച് ചിക്കൻ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് അങ്ങോട്ട് മസാല പരട്ടിയിട്ട് ഫ്രൈ ചെയ്യും. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ചക്കക്കൂരിൻ്റെ വീഡിയോ ഇടണം കേട്ടോ. ഓക്കെ. അപ്പോൾ 2-3 ആൾക്കാർക്ക് ഷെയർ ചെയ്യാണ്ട് ബാക്കി ഞങ്ങൾ ചോളൊക്കെ പറിച്ചിട്ട് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.